അഗാഢകൾ? എങ്ങനെയാണ് അഗാഢകൾ സൃഷ്ടിക്കപ്പെട്ടത്? സന്യാസിമാർ അക്രമികാരികളാണോ? ആരാണ് നാഗസന്യാസിമാർ? നാഗസന്യാസിമാരുടെ രീതികൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഗാഢ എന്ന വാക്കിന്റെ അർത്ഥം ഉത്ഭവം, വിശാലത എന്നൊക്കെയാണ്. സമ്പൂർണ്ണ ഓർഗനൈസേഷൻ എന്നർത്ഥമുള്ള അഖണ്ഡ് എന്ന വാക്കിൽ നിന്നാണ് അഖാഡ രൂപം കൊണ്ടത്. ഭാരതത്തിൽ ജൈന, ബുദ്ധ, മുസ്ലിം വിഭാഗങ്ങൾ നിലവിൽ വന്നപ്പോൾ സനാതനധർമ്മം ഭീഷണിയിലായി. അതിനാൽ അറിവ് പകർത്തുക എന്ന ദൗത്യത്തിനു പുറമെ വിദേശ ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് സന്യാസിമാർ സ്വയം സംരക്ഷണത്തിനും സമൂഹത്തെ രക്ഷിക്കുന്നതിനും ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനത്തിന് തയ്യാറായി. വടക്കൻ ഭാരതം മുതൽ ഗോദാവരി നദി വരെയുള്ള എല്ലാ വിഭാഗങ്ങളുടെയും സന്യാസിമാർ 13 സംഘങ്ങളായി തിരിച്ചിരിക്കുന്നു. അത് 13 അഖാഡകളായിട്ടാണ് അറിയപ്പെടുന്നത്. ശൈവ അഥവാ ദശനാമി അഖാഡകൾ 7 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 മഹാനിർവാണി, അടുത്തത് അടൽ, നിരഞ്ജിനി, ആനന്ദ്, ജുന, അവഹാൻ, അഗ്നി എന്നിവയാണ് അത്. ആദിശങ്കരാചാര്യർ സന്യാസ സമ്പ്രദായങ്ങളെ 10 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗിരി, പുരി, ഭാരതി, തീർത്ഥ, ബാന, ആരണ്യ, പർവത്, ആശ്രമ, സാഗർ, സരസ്വതി എന്നിവയാണ് അവ. വൈഷ്ണവ് അഖാഡകൾ പ്രധാനമായും 3 ആയിട്ടാണ് ഉള്ളത്. ദിഗംബർ, നിർമോഹി, നിർവാണി. ഇതിന് 18 ഉപ അഖാഡകളും ഗൽസകളും ഉണ്ട്. അതുകൂടാതെ നിരാലംബി, സന്തോഷി, മഹാനിർവാണി, ഖാക്കി, നിർമ്മൽ തുടങ്ങി അനേകം അഖാഡകൾ ഉണ്ട്. എന്താണ് അഖാഡകൾ? എങ്ങനെയാണ് ഈ അഖാഡകൾ സൃഷ്ടിക്കപ്പെട്ടത്? സന്യാസിമാർ അക്രമികാരികളാണോ? ആരാണ് നാഗസന്യാസിമാർ? നാഗസന്യാസിമാരുടെ രീതികൾ എന്തൊക്കെയാണ്? ഹിന്ദു രാഷ്ട്രീയ ശക്തികൾ ദുർബലമായതോടുകൂടി ഇസ്ലാമിക ആക്രമണകാരികൾ പല രാജ്യങ്ങളും ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ഹിന്ദുക്കളായവർക്കെതിരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയുണ്ടായി. ആ സമയത്ത് സഹികെട്ട് ഭാരതത്തിലെ സന്യാസിമാരും അനുയായികളും സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നതിനായി മുന്നോട്ട് വന്നു. നാഗവിഭാഗവും ദശനാമി നവോത്ഥാനികളും ഒത്തുചേർന്ന് ശക്തിയുടെ പ്രതീകമായ തൃശൂലത്തെ ആയുധമായി അക്രമത്തെ പ്രതിരോധിക്കാനായി തീരുമാനിച്ചു. അവർ ഉയർന്ന ആധ്യാത്മിക സാധനകൾക്കും ഗ്രന്ഥപരിചയങ്ങൾക്കുമൊപ്പം ജിംനാസ്റ്റിക്സിലും വാളുകൾ പോലുള്ള വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ചും പരിശീലനം നൽകാൻ തുടങ്ങി. അസ്ത്രധാരികളെന്നും ശാസ്ത്രധാരികളെന്നും 2 വിഭാഗത്തെ അവർ സൃഷ്ടിച്ചു. സന്യാസി സമൂഹത്തെയും ഹൈന്ദവ സമൂഹത്തെയും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ദശനാമി സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാരും നാഗസന്യാസിമാരും ഏറ്റെടുത്തു. അത് കഠിനമായ പരിശീലനത്തിലൂടെ ആയോധന കലയിലും യുദ്ധതന്ത്രങ്ങളിലും നാഗസന്യാസിമാർ അതീവ പ്രാവീണ്യം നേടി. 1666 ഹരിദ്വാറിലെ കുംഭമേളയിൽ സന്യാസിമാരെയും ഭക്തരെയും ഔറംഗസീബ് ആക്രമിച്ചു. ആക്രമണത്തിന് സന്യാസിമാർ മറുപടി നൽകി. മുഗൾ സൈന്യത്തിനെതിരെ സന്യാസിമാർ സംഘടിക്കുകയും അവരെ നേരിടുകയും ചെയ്തു. തൽഫലമായി മുഗൾ സൈന്യം പരാജയപ്പെട്ടു. 1748 അഹമ്മദ് ഷാ അബ്ദാലിയുടെ ആക്രമണവും 1757 മഥുരയ്ക്കെതിരെയും ആക്രമണമുണ്ടായി. 1751 മുതൽ 1753 വരെ നാഗസന്യാസി രാജേന്ദ്രഗിരിയുടെ നേതൃത്വത്തിൽ 32 ഗ്രാമങ്ങളിൽ നിന്ന് മുഗൾ ഭരണം ഇല്ലാതാക്കി. ആ പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ ആധിപത്യം അവർ ഉയർത്തി. 1751 ഫറൂഖാബാദിലെ ബംഗാഷ് അഫ്ഗാൻ തലവൻ അഹമ്മദ് ഖാൻ പ്രയാഗിൽ അക്രമവും കൊള്ളയും നടത്തി 4000-ഓളം ഉയർന്ന ജാതിക്കാരായ സ്ത്രീകളെ അവർ തട്ടിക്കൊണ്ടുപോയി. അക്കാലത്ത് കുംഭമേളയ്ക്ക് വേണ്ടി ത്രിവേണി സംഘത്തിൽ തടിച്ചുകൂടിയ 6000 നാഗസന്യാസിമാർ ഐക്യപ്പെടുകയും അഫ്ഗാൻ തലവന്റെ സൈന്യത്തെ ആക്രമിക്കുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളെ സന്യാസിമാർ മോചിപ്പിക്കുകയും ചെയ്തു. 1855 ഹരിദ്വാറിലെ കുംഭമേളയിൽ ഒമാജി, അതായത് സ്വാമി ദയാനന്ദ് സരസ്വതിയുടെ ഗുരുവാണ്. ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഗുരു
പൂർണാനന്ദ് ജി എന്നിവർ 1857 ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരായ സ്വാതന്ത്ര്യ യുദ്ധത്തിനായി ഒരു പദ്ധതി തയ്യാറാക്കി. രാജ്യമെമ്പാടും ഒത്തുകൂടിയ സന്യാസി മാധ്യമത്തിലൂടെ ആ പദ്ധതി ഭാരതത്തിലുടനീളം പ്രചരിപ്പിക്കുകയും അവർ ചെയ്തു. 1858 പ്രയാഗിലെ കുംഭമേളയിൽ നാനാ സാഹേബ് ദുന്ധുപത്, ബാലാ സാഹേബ് പേഷ്യ, അജ്മുള്ള ഖാൻ, ജഗദീഷ്പൂരിലെ കുൻവർ സിംഗ് രാജാവ് എന്നിവർ ഒന്നുകൂടി വൈദേശിക ശക്തിയെ ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും എന്ന് ദശാനാമി സന്യാസികളുടെ ക്യാമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിൽ നൂറുകണക്കിന് സന്യാസിമാരും വിശുദ്ധരും പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ നാഗസന്യാസിമാർ ആക്രമണകാരികൾക്കെതിരെ പലതവണ ആയുധങ്ങളുമായി യുദ്ധം ചെയ്തു. ധർമ്മ സംരക്ഷണത്തിൽ ഒരു പ്രധാന കടമ അവർ നിർവഹിച്ചു. പണ്ഡിതന്മാരാണ് എങ്കിലും നിരായുധരും സമാധാനപ്രിയരുമായ ഹിന്ദു സമൂഹത്തിന് ശൈവ വൈഷ്ണവ അഖാഡകളിലെ സായുധ സന്യാസിമാർ വലിയ ആശ്വാസമാണ് നൽകിയത്. ഈ അഖാഡകൾ കാരണം ഇസ്ലാമിന്റെ ആക്രമണം സിന്ധിന്റെ അതിർത്തിയിൽ നിർത്താൻ കഴിഞ്ഞു എന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. അഖാഡകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. അഖാഡകളുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ സന്യാസിമാരും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ആയുധങ്ങളിലും ഒരേപോലെ വിദഗ്ധരാണ് എന്നതാണ്. അഖഡാസിന്റെ ആന്തരിക വശങ്ങൾ. ഒരു അഗാധയുമായി ബന്ധപ്പെട്ട എല്ലാ സന്യാസിമാരും കുംഭമേളയിലെ ഒരിടത്താണ് താമസിക്കുന്നത്. അവിടെ അവർ പരസ്പരം ചർച്ചകൾ നടത്തി ഭാവി കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നു. കുംഭമേളയിൽ അടൽ അഖാഡയുടെയും നിർവാണി അഖാഡയുടെയും സന്യാസിമാർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതേസമയം ആനന്ദ് അഖാഡ, നിരഞ്ജനി അഖാഡ എന്നിവർ ഒരുമിച്ച് താമസിക്കുന്നു. ഇക്കഴിഞ്ഞ 12 വർഷക്കാലം അഖാഡയിൽ ആയോധന പരിശീലനം പൂർത്തിയാക്കിയവരുടെ പരിശീലനവും അധികാര കൈമാറ്റവും ഓരോരുത്തരും ആർജിച്ച ശക്തിയുടെ പ്രകടനവും അവരവരുടെ സിദ്ധി പ്രകടനവും കാണിക്കുന്നത് ഈ സഭയിലാണ്. ധാരാളം പരീക്ഷണങ്ങളും ചർച്ചകളും ഒക്കെ ഇവിടെ സാധാരണമാണ്. ആത്മീയ കഴിവ്, മാനസിക ധൈര്യം എന്നിവ കണക്കിലെടുത്താണ് ഒരു അഖാഡയിലെ സന്യാസിയുടെ സ്ഥാനം അവർ തീരുമാനിക്കുന്നത്. കർശനമായ അച്ചടക്കം അഖാഡയിൽ നിരീക്ഷിക്കപ്പെടുന്നു. ഉത്തരവുകൾ അനുസരിക്കാത്ത സന്യാസിമാർക്ക് കഠിനമായ ശാരീരിക ശിക്ഷയാണ് നൽകുന്നത്. ഓരോ അഖാഡയിലും മഹാമണ്ഡലേശ്വർ, മണ്ഡലേശ്വർ, മഹാന്ത് എന്നിവരുടെ ഒരു ശ്രേണിയുണ്ട്. വളരെ എളിയവരും ബുദ്ധിമാനും പരമഹംസത്തിലെത്തിയ ബ്രാഹ്മണിഷ്ഠ സന്യാസിമാർക്കും ഈ സ്ഥാനപ്പേരുകൾ നൽകിയിട്ടുണ്ട്. അഖാഡകളുടെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്തെല്ലാമാണ്? ശൈവ പാരമ്പര്യമുള്ള സന്യാസി സമൂഹങ്ങളുടെയും കുലദേവതമാർക്കും സന്യാസി ശ്രേഷ്ഠർക്കും രക്ഷകരായുള്ള നാഗസന്യാസിമാർ അപൂർവ കാഴ്ചയാണ്. സായുധരായ അഭ്യാസികളാണ് അവർ. പേരിനു പോലും അവർക്ക് വസ്ത്രമില്ല. കുത്തി നിർത്തിയ ശൂലത്തിനു ചുറ്റും ഹോമകുണ്ഡം തീർത്ത് അതിനു ചുറ്റിലുമിരുന്ന് ധ്യാനം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഷാഹി സ്നാൻ നടക്കുന്ന പൗഷപൂർണിമ, മൗനി അമാവാസ്യ, ബസന്ത് പഞ്ചമി ദിനങ്ങളിലാണ് കുംഭനഗരിയിലെ തിരക്ക് മൂർധന്യത്തിലെത്തുക. ത്രിവേണി സംഗമത്തിലേക്കുള്ള അതിഗംഭീരമായ ഘോഷയാത്രയിൽ കുലദേവതയ്ക്ക് പിന്നിലാണ് നാഗസന്യാസിമാർക്ക് സ്ഥാനമുള്ളത്. അവർക്ക് പിന്നിലാണ് ആശ്രമാധിപന്മാരുടെ രഥം ഉള്ളത്. ഓരോ അഖാഡയുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഘോഷയാത്രയുടെ ഗാംഭീര്യവും മാറും. സന്യാസത്തിൽ ശസ്ത്രവും അസ്ത്രവും ഒരുപോലെ വേണം എന്നതിനാലാണ് അത്രേ ആചാര്യന്മാർക്കും മണ്ഡലേശ്വരന്മാർക്കും രക്ഷകരായി നാഗസന്യാസിമാർ എന്ന സായുധ ഗണത്തെ കൂടെ നിർത്തുന്നത്. കുംഭമേള ഇല്ലാത്ത നാളുകളിൽ അവർ ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് കഴിയുന്നത്. സന്യാസിമാരിൽ നിന്ന് ഭിന്നമായി നാഗസന്യാസിമാർക്ക് പ്രത്യേക ഉപാസനാമൂർത്തികളും ഉപാസനാക്രമങ്ങളുമാണ് ഉള്ളത്. ശ്രീ പഞ്ചദശനാമ ജൂന അഖാഡ, നിരഞ്ജിനി മഹാനിർവാണി, അഗ്നി ആവാഹൻ, ആനന്ദ് നിർമ്മൽ എന്നീ 7 അഖാഡകളുമായി ബന്ധപ്പെട്ടാണ് നാഗസന്യാസിമാരുടെ പ്രവർത്തനം. വിചിത്രമായ രീതികളും കഠിനമായ സാധനാക്രമങ്ങളുമാണ് നാഗസന്യാസിമാർക്കുള്ളത്. വർഷത്തിൽ ഏറെയായി കൈ ഉയർത്തിയും ഒറ്റക്കാലിൽ നിന്നും ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ മാത്രം ഭക്ഷണം കഴിച്ചും കഴിയുന്ന നാഗസന്യാസിമാർ ഇവിടെ നിരവധിയാണ്.